വലിയവനും സ്തുത്യർഹനുമാകുന്നു. സൃഷ്ടിയിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ. അമ്പരമീതിയിലഖിലേശൻ മിശിഹാരാജനെഴുന്നള്ളൂ പരിശുദ്ധന്മാരണി. ഇന്നസെന്റിന് കണ്ണീരോടെ വിടചൊല്ലി ജന്മനാട്. സംസ്ഥാന സർക്കാരിന്റെ ഔപചാരിക ബഹുമതികളോടെയായിരുന്നു മൃതസംസ്കാരം. ഭവനത്തിലെയും ദേവാലയത്തിലെയും ശുശ്രൂഷകൾക്ക് ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇന്നസെന്റ് നർമ്മത്തിലൂടെ രോഗത്തിൽ കഴിയുന്നവർക്ക് ആശ്വാസം പകർന്ന വ്യക്തിയാണെന്ന് മൃതസംസ്കാര ശുശ്രൂഷ മധ്യേ രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ പറഞ്ഞു. സിനിമാ രംഗത്ത് തനിമയാർന്ന വ്യക്തിമുദ്ര പ്രകടിപ്പിച്ച ഹാസ്യ നടൻ എന്ന നിലയിൽ മലയാളികൾക്കെല്ലാവർക്കും സുപരിചിതനായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഇന്നസെൻ്റ് ഏട്ടൻ. അദ്ദേഹം തന്നെ പലവട്ടം അദ്ദേഹത്തിനോട് പങ്കുവെച്ചവർ പറഞ്ഞ അനുഭവങ്ങൾ ഷെയർ ചെയ്യുകയുണ്ടായി. രചനാരംഗത്തും അതുപോലെ തന്നെ പ്രഭാഷണങ്ങളിലൂടെയുമൊക്കെ മറ്റുള്ളവരെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കുവാനും അദ്ദേഹം ഏറെ പരിശ്രമിച്ചിരുന്നു. ഇരിങ്ങാലക്കുടക്കാരൻ എന്നുള്ള നിലയിൽ ഇരിങ്ങാലക്കുടയുടെ പ്രസിദ്ധി വളർത്തിയ പ്രമുഖ വ്യക്തികളിൽ ഒരാളായിട്ട് ഇന്നസെൻ്റ് ഏട്ടൻ എന്നും അറിയപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മലങ്കര ഓർത്തഡോക്സ് സഭ അങ്കമാലി ഭദ്രാസനാധിപൻ യോഹന്നാൻ മാർ പോളികാർപ്പോസ് തിരുമേനി ദേവാലയത്തിൽ അന്തിമോപചാരം അർപ്പിച്ച് സംസാരിച്ചു. മന്ത്രിമാരായ VN വാസവൻ, R ബിന്ദു, കേരള കോൺഗ്രസ് നേതാവ് തോമസ് ഉണ്ണിയാടൻ XMLA തുടങ്ങിയ രാഷ്ട്രീയ, സാംസ്കാരിക, സിനിമാ രംഗത്തെ നിരവധി പേർ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തു. ഇന്നസെന്റിന് അവസാനമായി ഒരു നോക്ക് കാണുവാനും അന്ത്യാഞ്ജലി അർപ്പിക്കുവാനും കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും പതിനായിരങ്ങളാണ് മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായി എത്തിയത്.